വീട്ടിൽ പോകാനുള്ളത് കൊണ്ട് കുറെ ദിവസം കൂടി കാലത്ത് തന്നെ എണീറ്റു. നാട്ടിൽ പോയിട്ട് ചില പരിപാടി ഉണ്ടേ. ഒരുത്തനെ പോയി, ബാക്കി ചെക്കനൊക്കെ കാണണ്ടേ. ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചു പോകും. ഇന്ന് പോവല്ലേ, ഇനി എപ്പോഴാണോ എന്തോ. അമ്മയ്ക്കാണെങ്കിൽ നമ്മളെപ്പോൾ കഴിക്കാനിരുന്നാലും തുറച്ചു നോക്കാൻ വരും. ഓരോന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ കഴിച്ച് ബാബച്ചെ തപ്പിയിറങ്ങി. ഹോയ്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ എവിടെയൊക്കെ നോക്കി, നമുക്ക് വീട്ടിൽ പോണ്ടേ. എന്തായാലും വന്നില്ലേ, 2 ദിവസം കഴിഞ്ഞ് പോകാം. ആ ചെക്കൻ്റെ വീട്ടുകാർ വിളിച്ചിരുന്നു. അവർ നാളെ പെണ്ണ് കാണാൻ ഉറപ്പിക്കാനും കൂടി വരുന്നതെന്ന്. എൻഗേജ്മെന്റ് ഒക്കെ ആയല്ലേ, അപ്പൊ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാവും. വന്നവരങ്ങ് അത് തൊട്ട് പോകും. ബാക്കി പിന്നെ ആർക്കാ? ഈ എനിക്ക് തന്നെ. ആമിയാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് കഴിക്കാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ കൂടി ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. എന്നാ പിന്നെ എല്ലാം കഴിഞ്ഞ് പോകാല്ലേ, ഞാൻ ബാക്കി കൂടി ഉറങ്ങട്ടെ. പോവാൻ വേണ്ടി കാലത്തന്നെ എണീറ്റതാ, അത് വെറുതെ ആയി. ഓർക്കവും തീറ്റിയുള്ളൊരു പിത്തം കയറിയെങ്കിലും തടി വെക്കും. ഇതങ്ങനെയും വെക്കുന്നില്ലല്ലോ. എൻ്റെ പാപ്പച്ചിനി അസൂയോണ്ട് പറഞ്ഞതാണോ? എല്ലാവരും തടി ഉറക്കാൻ ഓടുന്നു ചാടുന്നു. ഒന്നും ചെയ്യാതെ തന്നെ ഞാനെന്തെങ്ങനെ? ഒന്നും പേടിക്കാതെ തിന്നുകയും ചെയ്യാം, ഉറങ്ങുകയും ചെയ്യാം. എൻ്റെ ഒരു ഭാഗ്യേ. ഞാൻ വീണ്ടും ബെഡിൽ വന്ന് കിടന്നപ്പോഴാണ് അമ്മി വന്ന് കലിപ്പിലെല്ലാം നോക്കിയത്. ഓളെ ബെഡായി ഉണ്ടാവും. എൻ്റെ നാട്ടിലെ ചെക്കന്മാർ ഓൾക്കെടുക്കാം. ഓളെ ബെഡിൽ പിന്നെ നമുക്ക് കിടന്നൂടെ? ഡീ, നീ വീണ്ടും ഉറങ്ങാൻ പോവാണോ? എനിക്ക് പിന്നെ എന്താ പണി? ചോറായില്ലടി, ആയെങ്കിലും അതെങ്കിലും തിന്നായിരുന്നു. പിന്നെ പുറത്ത് പോവാന്ന് വെച്ചാ ആമിക്ക് തല്ലിക്കൊല്ലും. അതിപ്പയുടെ കടയിൽ പോവാന്ന് വെച്ചാൽ ആ പാറ്റ കിളവൻ എപ്പോൾ പോയിരുന്നു പറയാൻ പറ്റില്ല. നിന്റെ കല്യാണമൊക്കെ ഒന്ന് കഴിയുന്നവരെ ജയിലിൽ കഴിയുമ്പോൾ ഞാനിവിടെ കഴിയണം. നീ ഇവിടെ ഒന്നും ജനിക്കേണ്ടതല്ലോ. എനിക്ക് തോന്നാറുണ്ട് ഞാൻ വല്ല രാജാവിൻ്റെയും മകളായി ഏതെങ്കിലും കൊട്ടാരത്തിൽ ജനിക്കേണ്ടതാണെന്ന്. എന്നിട്ടൊരു രാജകുമാരൻ വന്ന് ബില്ലൊക്കെ ഓടിച്ച് എന്നെ കെട്ടണം എന്നൊക്കെ. അടുത്ത ജന്മത്തിലെങ്കിലും ആയാൽ മതിയായിരുന്നു. ഓ ഇടി പാരട്ടെ, ഞാൻ ഈ പറയുന്ന മുഴുവൻ പോത്തിനോടാണല്ലോ. ഇടി തെണ്ടി, നാളെ അവരെന്നെ കാണാൻ വരുന്നത്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അത് മുടക്കാൻ വേണ്ടി നിന്റെ സഹായം എനിക്ക് വേണം. അതിനാ ഞാൻ നിന്നോട് ഇതൊക്കെ പറയുന്നത്. അപ്പോഴേക്കും അവൾ കാട് കയറി എവിടേക്കും അങ്ങ് പോവാ. ബുദ്ധിയില്ലാതെ നിന്നോടൊക്കെ സംസാരിക്കാമെന്ന് എന്നോട് വേണം പറയാൻ. വില്ലൊടിച്ച് കിട്ടാൻ പറ്റിയൊരു മുതല്. ഡീ അമ്മിക്കല്ലേ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നോട് നിന്നെ പറയുന്നേ. അമ്മിക്കയുടെ ചിന്ത അല്ലെങ്കിൽ തന്നെ ഞാനൊരു ചെണ്ടയാണെന്നാ എപ്പോൾ നോക്കിയാലും എന്നെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നീ തന്നെ ചെന്ന് പറ, എനിക്കങ്ങ് ഭയ റിസ്ക്കുള്ള പണി ചെയ്യാൻ. റിസ്ക് ഇല്ലാത്ത പണി തീറ്റി ഉറക്കാണല്ലോ. അതിന് റിസ്ക് ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ഈ ഫുഡൊക്കെ വായിലിട്ട് തന്നെ മെഷീൻ വാങ്ങണം. പിന്നെ ഇവിടെ നിന്ന് കൊടുത്താൽ പിടിച്ചു കിടത്തി ഉറക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും വാങ്ങണം. എന്നാ പിന്നെ എൻ്റെ റിസ്ക്കൊക്കെ തീർന്നു. യോ കഷ്ടം തന്നെ മോളെ നിന്റെ കാര്യം. നിന്നെ കിടന്ന് ആളെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ പരിപാടി. പാവം. കെട്ട് കഴിഞ്ഞ് വേണം അങ്ങേരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കാൻ. എങ്കിലും മെഷീൻ വാങ്ങാനുള്ള കാശ് ലാഭം. അല്ല അമ്മിക്കുട്ടി, നിനക്ക് ആരെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ആരാള്? നിന്റെ അപ്പാരുടെ കാക്കുവിന്റെ ഫ്രണ്ട് വല്ലതും? അവർക്ക് നിന്നെ ലവ് ചെയ്യൂ? വകയിൽ സിസ്റ്ററായി എന്നെ പോലും പെങ്ങളായിട്ടാണ് കാണുന്നത്. അവളാ നേരെയുള്ള നിന്നെ. ഇതൊന്നും അല്ല, എൻ്റെ മാമന്റെ മോനാ. അന്ന് വന്നില്ലേ, അതാ കക്ഷി. മാമന്റെ മോനോ? എനിക്കില്ലല്ലോ മാമൻ. ഉണ്ടായിരുന്നെങ്കിൽ ആ ചെക്കനെ പ്രേമിക്കായിരുന്നു. അയ്യേ, ആ അത്ര കച്ചവടക്കാരനാണോ? നൗഫലിക്ക. ആ ജാടപ്പുഴ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? പെൺപിള്ളേരുടെ മുഖത്ത് നോക്കാത്ത വൃത്തികെട്ട ജന്തു. ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? ആ പാരട്ട കിളവനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ല നിനക്ക്? ഇതിനേക്കാൾ വേറെ നാളെ ചെക്കനടി. അവനാവുമ്പോ നിന്നൊന്ന് നോക്കെങ്കിലും ചെയ്യും. ഡീ, നിനക്ക് കാണുന്ന ചെക്കന്മാരൊക്കെ പരട്ടയാണല്ലേ? അതെന്തുകൊണ്ടെന്ന് അറിയോ? നീ അതിനേക്കാൾ വലിയ പരട്ട ആയോണ്ടാ. എന്തും ഞാൻ സഹിക്കും. എന്നെ നൗഫലിക്കാരൻ ചീത്ത പറഞ്ഞാലുണ്ടല്ലോ. ഇവിടെ ഇത്രക്ക് സീരിയസ് ആണോ? അല്ലേലും ഞമ്മക്കൊന്നും ഇതിനുള്ള യോഗല്ലെന്നേ. എന്റെ വായിൽ കൈയിട്ട് എന്നെ കൊണ്ട് കടിപ്പിക്കരുത് കേട്ടല്ലോ. ഇനി എന്നെ തെണ്ടി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ആ കൗഫിന്റെ ഫാമിലി മൊത്തം ഞാൻ തെറി വിളിക്കും കേട്ടല്ലോ. എൻ്റെ പൊന്നല്ലേ നീ എൻ്റെ ചങ്കല്ലേ, എൻ്റെ കരളല്ലേ, എൻ്റെ തങ്ക കൊടല്ലേ. നീ ഞാൻ പറയുന്നത് കേൾക്കുന്നേ. നിനക്ക് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ചിക്കൻ പീസ് തരാം. ഫുഡ് വരെ വേണമെങ്കിൽ തരാം. അല്ലെങ്കിൽ ഒരു ബോക്സ് ഐസ്ക്രീം വേണമെങ്കിൽ തരാം. എനിക്ക് നോക്കിക്കാനല്ലാതെ വേറെ ആരെയും വേണ്ട. അത് ഞാൻ ഏത് കൈതയുടെ കാല് വേണമെങ്കിലും പിടിക്കും. നീ ആദ്യം മുതലേ പറഞ്ഞത് എനിക്ക് നന്നായി പിടിച്ചു. പക്ഷെ ആ കഴുതാന്ന് പറഞ്ഞത് എന്നെയാണെന്നൊരു ഡൗട്ട്. അയ്യോ, നിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറയോ? ഞാനാ കഴുത, ഞാൻ മാത്രം കഴുത പോരെ? മതി, എനിക്ക് ഇഷ്ടമായി. ബാ പോവാ. പിന്നെ കാശ് വല്ലതുണ്ടെങ്കിലും എടുത്തോട്ടോ. ഐസ്ക്രീം വാങ്ങി കഴിക്കാനുള്ളതാ. ഫുഡൊക്കെ വന്നിട്ടല്ലേ, അപ്പൊ പിന്നെ കാല് മാറാൻ പാടില്ല കേട്ടല്ലോ. ഏത് നേരത്താണോ ഇതിനൊക്കെ? പെണ്ണ് ബാക്കി പറയുന്നതിന് മുമ്പേ നമ്മൾ അവളെ നോക്കി. അവള് വായടിച്ച് പിടിച്ച് എൻ്റെ പിന്നാലെ വന്നു. എന്നെ കൊണ്ട് വയ്യ. എന്നെ ഇവൾക്കെങ്കിലും പേടിയുണ്ടല്ലോ, അത് മതി. എടീ, എവിടെ പോവാടി നീ ഇവളെയും കൊണ്ട്? നിനക്ക് പോണെങ്കിൽ ഒറ്റയ്ക്ക് പോയ പോരെ? നാളെ കല്യാണം ഉറപ്പിക്കേണ്ട പെണ്ണാത്. അല്ലെങ്കിൽ നമ്മളെ പാപ്പച്ചയ്ക്ക് നമ്മളെ വിശ്വാസമാണ്. നിക്കാണ് ഇപ്പൊ പുറത്തു പോവേണ്ടത്.
അത് കുഞ്ഞിപ്പ ഞാൻ വെറുതെ വിളിയും കൊണ്ട് നടക്കാൻ വേണ്ടി. അവള് പറഞ്ഞപ്പോൾ തന്നെ ബാബുജി ഫ്രീസായി. ഞാനാണെങ്കിൽ കാണായിരുന്നു. പറമ്പ് മുഴുവൻ നഖം കടിച്ചുകൊണ്ട് അവള് നടന്നു. എന്ത് വല്ലതും നടക്കുമാവോ? അല്ല, എവിടെ ആള്? കാണുന്നില്ലല്ലോ. ആര്? നീ പറഞ്ഞ ഓഫിക്ക. അത് നിന്നോട് ആര് പറഞ്ഞു ആളിവിടെ ഉണ്ടെന്ന്? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ വാഴയും തെങ്ങും കാണിക്കാനാണോ? നീ എന്നെ ഇവിടെ ഇട്ട് പോയ പിന്നെ ഞാൻ എന്നും ഇവിടെ ആടി. ഡീ, ഞാൻ നിന്നെ കൊണ്ടുവന്നത് ആളെ കാണിക്കാനൊന്നുമല്ല, ആളെ ഫോൺ ചെയ്യാനാ. പക്ഷേ എനിക്കാണെങ്കിൽ കയ്യും കാലും വിറക്കുന്നു. നീ വിളിക്കുവോ? എന്റെ കാമുകനല്ലോ, ആണെങ്കിൽ ഞാൻ വിളിച്ച് മരിക്കായിരുന്നു. ആ യോഗല്ല ചെക്കന്. എടി, ഇത് ഞാൻ ഉപ്പച്ചിയുടെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റിയ നമ്പറാ. നോഫിലൊന്ന് കണ്ടിട്ടാ എടുത്തത്. നീ ഒന്ന് വിളിച്ച് ആദ്യം സംസാരിക്ക്. കാമുകന്റെ നമ്പർ അടിച്ചു മാറ്റാൻ ആ തെന്നി നിനക്ക് നമ്പറൊന്നും തന്നില്ലേ? ഡീ, അതിനവനും എനിക്കേ ഇഷ്ടമുള്ളൂ. ആൾക്കിപ്പോഴും എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുള്ളത് അറിയില്ല. എങ്ങനെയെങ്കിലും എനിക്ക് പറയണം, അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും. ഇങ്ങനെ ലവ് കൊണ്ട് പഠിച്ചോനെ, ഇതിന് മുഴുവൻ വട്ടാണോ? എടി, എനിക്കും അങ്ങനെ കാണുന്ന ചെക്കന്മാരൊക്കെ ലവ് തോന്നാറുണ്ട്. അന്ന് ആ നോഫിക്ക് വന്നപ്പോൾ ലവൊക്കെ അങ്ങനെയോട് എനിക്ക് തോന്നിയതാ. പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. എന്ന് കരുതി എല്ലാവരെയും കെട്ടാൻ പറ്റുമോ? നമ്പർ അടിച്ചു മാറ്റി വന്നേക്കുന്നു. ഇടി പിടക്കൊടി, നിന്നെ പോലെ കാണുന്ന ചെക്കന്മാരെ വായി നോക്കി നിൽക്കലല്ലേ എൻ്റെ പണി. ഞാൻ സീരിയസ് ആയിട്ട് ആകെ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതാ നോഫിക്ക. ആള് ഗൾഫിൽ പോയോണ്ട് ആ സമയം എനിക്ക് ഇഷ്ടമൊന്നും പറയാനായില്ല. ഇപ്പൊ നാട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് വേറെ കല്യാണമായി. ഒക്കെ നീ കാരണം. നിന്നെ കൊണ്ട് ഗതി കെട്ടിട്ടാ ഞാൻ നിന്റെ വീട്ടിലേക്ക് പോയത്. നീ തന്നെ വേണം എന്നെ സഹായിക്കാൻ. ഇങ്ങനെയെങ്കിലും അവണ്ടാവൂല്ലേ? ഞാൻ അവളെ കണ്ണുപിടിച്ച് നോക്കി നിന്നു. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ബുദ്ധി എനിക്കില്ലെന്നേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെറുതെ സമയം കളഞ്ഞു. അവള് ഞാൻ വല്ല എന്തോ ഐഡിയ കണ്ടുപിടിക്കാനാണെന്ന് കരുതി എന്നെയും നോക്കിയിരിക്കുന്നുണ്ട്. ഇത് അജ്മൽ തന്നെയല്ലേ? അവനത് ഇവിടെ. ഓന്റെ ബൈക്ക് നിർത്തി ഓൻ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കയറിപ്പോയി. ഇനി അതാവോ ഓന്റെ വീട്? എടി, ഇതാരെ വീടാ? അവന്റെ കുഞ്ഞിപ്പാന്റെ. നിന്നെ ഞാൻ അതിനവിടെ കൊണ്ടുവന്നത് ഐഡിയ പറയാനല്ലേ. ഐഡിയ എവിടെ കിട്ടുമാവോ? എന്നാലും അകത്തെന്താവും പരിപാടി? ഞാനവന്റെ ബൈക്കൊന്ന് നോക്കി. ഒരു പൂച്ച വന്ന് അതിന് 2 തവണ വലം വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു പോയി. പൂച്ചയാണെങ്കിലും ടോയ്ലറ്റ് കൃത്യമായിട്ട് അറിയാം. സ്ഥിരം കസ്റ്റമർ ആവൂലേ? ആ ബൈക്ക് കണ്ടിട്ട് എനിക്കാണെങ്കിൽ വെറുതെ വിടാനും തോന്നില്ല. പൂച്ച വരെ പണി കൊടുക്കുന്ന സ്ഥിതിക്ക് എനിക്കായിക്കൂടെ? കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാനത് നോക്കി നടന്നു. ഡീ, നീ എവിടെ പോവാ? ഇപ്പൊ വരാനേ, ഐഡിയ ഇപ്പൊ കിട്ടും. ഞാൻ പിന്നെ പൂച്ച ചെയ്ത പോലെ ഒന്ന് വലയം വെച്ചു. 2 വെക്കാൻ ടൈമില്ലെന്നേ. മുട്ടുകുത്തിയിരുന്ന ടയർ നോക്കി കാറ്റയച്ചു വിട്ടു. എന്റെ പൂച്ചേ, നീയാണ് എന്റെ വഴികാട്ടി. അതിന് നോക്കി ഒന്ന് ചിരിച്ചു. അതാണെങ്കിൽ കണ്ണു പിടിച്ചൊന്ന് നോക്കി. ഞാനൊന്ന് കാളി ലേ പൂച്ച. പടച്ചോനെ, ഈ പെങ്കുശി എന്താ ചെയ്യുന്നേ? ഒന്ന് തിരിഞ്ഞു നോക്കടി. എന്റെ അത്രയും വിവരലടി നിനക്ക്. 2 തവണ ചുറ്റി ആരെങ്കിലും വരുന്നുണ്ടോ നോക്കലല്ലേ? കയ്യും കൊടിഞ്ഞ് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് നമ്മൾ എണീറ്റതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് നമ്മളൊന്നുകൂടെ പൂച്ചയെ നോക്കി. നിനക്കൊരു സൂചന തരാതിടാ പന്നി. നിന്നെ കണ്ടിട്ടല്ലേ ഞാനങ്ങനെ പലതും ചെയ്യും. ഞാൻ ചെയ്തൊന്നും ആരും കണ്ടിട്ടില്ല. എന്നെ വെറുതെ ഇതിൽ പിടിച്ചിടണ്ടേ. ഇന്നിവിടെ വല്ലതും നടക്കും. ഞാനില്ലേ? ആ പൂച്ച എസ്കേപ്പ് ആയതും നമ്മളെ മുന്നിൽ നിൽക്കുന്ന കോപ്പിനെ നോക്കി. ആ പൂച്ചക്കാരനാണ് ഇങ്ങനെയൊക്കെ. ഞാൻ ബൈക്കും ചാരി നിന്നതും കോപ്പതി അടുത്തേക്ക് വരുന്നു. പൂച്ചനെ പ്രലോഭിച്ചുകൊണ്ട് വന്നതാ മനുഷ്യ. ആരും അതിനെ പിടിക്കാൻ നോക്കി. വല്ല പൂച്ചയെ ജനിച്ചാൽ മതിയായിരുന്നു. ഓടി തോൽപ്പിക്കാനാവില്ലല്ലോ. നിനക്ക് എന്തിന്റെ സൂക്കേടാണ്? എപ്പോ നോക്കിയാലും എന്റെ പിന്നാലെയാണല്ലോ. പിന്നെ പിന്നാലെ നടക്കാൻ പറ്റിയൊരു കോപ്പ് ദുൽഖർ സൽമാൻ അല്ലേ? ഡേയ്, എന്റെ ബൈക്ക് ഈ അവസ്ഥയിലാക്കി വെച്ചതും പോരാ, എന്നിട്ട് തർക്കുത്രം പറയുന്നു. നീ എന്തിനാടി പട്ടി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? പറയുമ്പോൾ അതെന്തിനാ? അത് പിന്നെ ഇയാളെ ബൈക്ക് കണ്ടപ്പോൾ തോന്നി ചെയ്തു. എനിക്ക് മാത്രല്ല, കണ്ടം പൂച്ചക്കും പട്ടിക്കും വരെ തോന്നിയില്ലേ? എങ്ങാണ്ടോ കിടന്ന പൂച്ച ഞാനാണ്. പട്ടി പിന്നെ ആരാ? ആ ലെവല് തന്നെയാവും. മര്യാദക്ക് കളഞ്ഞ കാറ്റ് മുഴുവൻ കയറ്റിക്കോ, അല്ലാതെ നിന്നെ ഞാൻ വിടില്ല, കേട്ടോടി. ഇനി നിനക്ക് എനിക്കിട്ട് പണിയാൻ തോന്നുമ്പോ ഇത് ഓർമ്മ വരണം എന്നും പറഞ്ഞ് നമ്മളെ പിടിച്ചവൻ തള്ളിയിട്ട് ഊതിക്കാൻ തുടങ്ങി. വേണ്ടായിരുന്നു. ആ വാഴത്തോപ്പിലുള്ള കാമുക എന്ത് ചെയ്യാവോ? നമ്മളങ്ങനെ ഊതി ഒരു പരിവായി. പോരെ, എനിക്ക് വയ്യ. പോരെങ്കിൽ വലത് കഴിച്ചിട്ട് വരാം. ഇപ്പൊ തൽക്കാലം മതി. ഇനി മോളെന്റെ നേരിൽ കണ്ട ആ ഭാഗത്തേക്ക് വന്നു പോകരുത്, കേട്ടല്ലോ? വന്നാൽ ഇതുപോലെ ആവില്ല തരുന്നത്. കേട്ടു. ഇനി പൂച്ചയല്ല, ഏത് പട്ടി വിളിച്ചാലും ഞാൻ വരില്ല. വഴക്കിനൊന്നും പറ്റുന്നില്ലെന്നേ. ആകെ തളർന്നു. നടുവിന് കയ്യും കൊടുത്ത് ഞാൻ നിന്നതും കോപ്പ് വിളിച്ച് കാണിച്ചു. പട്ടി അല്ലെങ്കിൽ തന്നെ ബാപ്പച്ചി നമ്മളെ തടിപ്പിക്കാൻ കളിക്കാം. അപ്പോഴാ ഓൻ്റെ ഒരു ഊതല്. ആകെ വലിയ കോലം കിട്ടു. ബാപ്പച്ചെന്നെ കണ്ട കരയും അല്ലേ? ഞാൻ പിന്നെ അവൻ്റെ ബൈക്ക് നോക്കിയുള്ള കലിപ്പ് മുഴുവൻ ഒരു ചവിട്ടിൽ തീർത്തതും ദേ പോണത് താഴെ.
എനിക്ക് ഇത്രയ്ക്ക് എനർജി ഒക്കെ ഉണ്ടായിരുന്നു പഠിച്ചോനെ. അവനെ നോട്ടം കണ്ട് വീണ്ടും നമ്മളാ ബൈക്കൊന്ന് നോക്കി. ഇനി ഇത് മുഴുവൻ ഞാനെടുത്ത് വെക്കണോ പഠിച്ചോനെ? ബാഹുബലി എവിടെയാണോ ഉള്ളത്?